സ്പീക്കറിലൂടെ മാർപ്പാപ്പ പുരോഹിതന്മാരോട് പറഞ്ഞത് പള്ളിയിൽ 8 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ പ്രസംഗിക്കരുത് എന്നാണ്. വിശ്വാസികൾക്ക് അതിൽ കൂടുതൽ നേരം ഒന്നും കേൾക്കാനുള്ള സമയവുമില്ല, അതൊന്നും ശ്രമിക്കാനുള്ള സന്ദർഭവുമില്ല എന്ന്. അതേതൊരു പ്രസംഗത്തെ സംബന്ധിച്ചും ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു റീല് കണ്ടാൽ അത് മുഴുവൻ കണ്ടു തീർക്കാതെ അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്ത് ചാടിപ്പോകുന്ന ഒരു കാലത്ത് ആർക്കാണ് സുദീർഘമായ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ സമയം ഉള്ളത്? എങ്കിലും ഇവിടെ സെബിയുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 2 വാക്കുകൾ പറയാതെ എങ്ങനെയാണ് പോവുക എന്ന് പറയുന്ന ഒരു വലിയ ആത്മസംഘർഷവുമുണ്ട്. ഓർമ്മകൾ പൂക്കുന്തരം എന്ന ഈ പുസ്തകം, ഈ പ്രകാശന വേദി, ഈ നാട് അനേകം ഓർമ്മകളിലേക്കാണ് സത്യത്തിൽ എന്നെ വലിച്ചെടുച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ അമ്മയുടെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രക്കാനം എന്ന് പറയുന്ന ദേശത്താണ്. ഞാൻ ജനിച്ചത് ഇവിടെ തൊട്ടടുത്ത് നെല്ലാനിക്കുന്ന് ഗവൺമെൻറ് ആശുപത്രിയിലാണ്. ആ ആശുപത്രി ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട്. ആ ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചു വീണത് എന്ന് അമ്മ പറഞ്ഞ് എനിക്കറിയാം. അവധിക്കാലങ്ങളൊക്കെയും പ്രക്കാനത്താണ് ഉണ്ടായിരുന്നത്. കുളനടയാണ് വീടെങ്കിലും അവിടുത്തെ ചാണകം മെഴുകിയ തറയിലിരുന്ന് വിളക്കുവെട്ടത്തിൽ വായിക്കുന്ന അമ്മച്ചിയെ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന, സ്വയം കണ്ണു ചികിത്സ നടത്തിയിരുന്ന അപ്പച്ചനെ ഓർമ്മ വരികയാണ്. നീണ്ടുപേർന്ന് കിടക്കുന്ന കശുമാവിൻ തോട്ടങ്ങൾ ഓർമ്മ വരികയാണ്. ഇടയിലൂടെയുള്ള സഞ്ചാരങ്ങൾ, ബാല്യത്തിലുള്ള കൗതുകങ്ങൾ ഓരോന്നും ഓർമ്മ വരികയാണ്. ഞാനൊരു എഴുത്തുകാരനായി തീർന്നു എന്നത് കാണാതെ വളരെ നേരത്തെ മരിച്ചുപോയ അമ്മയെ ഓർമ്മ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓർമ്മകൾ പൂക്കുന്നിടം എന്ന് പറയുന്ന സമാഹാരം യഥാർത്ഥത്തിൽ പലവിധത്തിലുള്ള ഓർമ്മയിലേക്ക് എന്നെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു എന്ന്. സിബിയുടെ പുസ്തകവും ആരംഭിക്കുന്നത് അമ്മയെ ഓർത്തുകൊണ്ടാണ്. സിബി ഇങ്ങനെ എഴുതുന്നുണ്ട്: അമ്മ പോയ വിടവിലൂടെ നോക്കുമ്പോൾ ശൂന്യത മാത്രമേ കാണാനാവുന്നുള്ളൂ. ആർക്കും അങ്ങനെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അമ്മ പോകുന്ന ആ ഇടം ശൂന്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ശൂന്യതയെ പൂരിപ്പിക്കാനാണ് ഓരോ മനുഷ്യനും നിരന്തരം എഴുതിക്കൊണ്ടേ ഇരിക്കുന്നത്. ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ബെർണാഡ ആവ്രിസ്റ്റോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പലയിടങ്ങളിലേക്ക് നോക്കി, അവിടെയെല്ലാം വളരെ ശൂന്യമായ ധാരാളം ഇടങ്ങൾ കണ്ടു. ആ ഇടങ്ങളെ പൂരിപ്പിക്കാൻ ഞാൻ നിരന്തരം എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുവെന്ന്. അമ്മ അത്തരത്തിലുള്ളത് ശൂന്യതയാണ്. കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെ ആശ്വാസം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും എന്നെ സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൺമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്നൊരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കേട്ടു. ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കേട്ടു. അമ്മ മരിച്ചാൽ കെട്ടുപോകുന്ന വിളക്കാണ് യഥാർത്ഥത്തിൽ വീട്. സെബി അമ്മയെക്കുറിച്ച് 3 കവിതകൾ എഴുതിയിട്ടുണ്ട്. അമ്മതൻ നെഞ്ചകം എന്നാണ് ഒരു കവിതയുടെ പേര്.
അമ്മയേറ്റ പാടുകൾ എന്ന മറ്റൊരു കവിത, അമ്മതൻ യാത്ര എന്ന് പറയുന്ന മൂന്നാമതൊരു കവിത. വീടിനെയാണ് സെബിയും ഒരു കവിതയിൽ രൂപകമായി ഉപയോഗിക്കുന്നത്. സ്നേഹവീടെ നീ ഒരു വേള പോലും സൂചനയൊന്നും തന്നതേയില്ല എന്നാണ് കവിത ആരംഭിക്കുന്നത്. സ്നേഹവീടെ ഒരു വേള പോലും സൂചനയൊന്നും തന്നതില്ല എന്നാരംഭിക്കുന്ന കവിത ഞാൻ പെട്ടപാടുകൾ കൂട്ടിയ കൂടാനും എന്നോട് ഇതൊന്നും പറഞ്ഞതേയില്ല എന്ന വരികളിൽ അവസാനിക്കുകയും ചെയ്യും. ഒരാൾ എന്തിനാണ് കവിത എഴുതുന്നത്, കഥ എഴുതുന്നത്, നോവൽ എഴുതുന്നത്? ഈ സമയത്ത് വലിയ സാമൂഹ്യ പ്രവർത്തനവും ചെയ്തുകൂടെ, സുവിശേഷം പറഞ്ഞുകൂടെ, സഹജീവികളെ സഹായിച്ചുകൂടെ? കവിത എന്താണ് സമൂഹത്തിൽ ചെയ്യുന്നത് എന്ന് ചോദ്യം ചോദിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് അറിയാം. കവിത, കഥകൾ നമ്മൾ കാണാത്ത ലോകങ്ങളെയും മനുഷ്യരെയും അനുഭവങ്ങളെയും നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അത് പുറം ലോകങ്ങളെ മാത്രമല്ല, ആന്തരികമായ അനുഭവങ്ങളെയും അത് കാണിച്ചു തരുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ജീവിതത്തെ പകർത്തി വെക്കുന്നതിനപ്പുറത്ത് അത് ജീവിതത്തെ വ്യാഖ്യാനിച്ച് തരികയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു കവിത, കഥ നമ്മളുടെ ഉള്ളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ഒരു പ്രസത്തിലൂടെ ഒരു പ്രകാശരശ്മി കടന്നു പോകുന്നത് പോലെ അത് വർണ്ണരാജികളായി നമ്മുടെ ഉള്ളിൽ നിറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വർണ്ണരാജി വിരയിക്കാത്ത ഒരു പുസ്തകമല്ല.